ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ എണീറ്റ് ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് വെറുതെ മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കും. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത് പോകും. നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിലാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളത്. അപ്പോൾ ഒരു ഫ്രൂട്ട് നന്നായിട്ട് പഴുത്തിട്ടില്ല, 2 ദിവസം കൂടി കഴിയുമ്പോൾ പഴുക്കുമായിരിക്കും. അപ്പോൾ ഞാനിത് പറിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് പപ്പായയും കൂടി വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിഗ് പപ്പായയും കൂടി പറിച്ചിടാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ഒരു മരമുണ്ട്. അപ്പോൾ ഇതിൽ വല്ലപ്പോഴും കായ്ക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഇന്നൊരു കായും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ പറിച്ചേ. പിന്നെ വെറുതെ ഇങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ ജാമ്പയ്ക്ക് പഴുത്തതായിട്ട് കണ്ടത്. അങ്ങനെ പിന്നെ അതും കൂടി പറിച്ചിട്ടുണ്ട്. ഈ ഒരു ചെമ്പരത്തി ആദ്യമായിട്ട് പൂത്തതാണേ. ഇത് ഞാൻ കൊടൈക്കനാലിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു റിസോർട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഒരു ഡ്വാർഫ് സ്നേക്ക് പ്ലാന്റ് ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മഴയത്ത് ഫുള്ള് ചെളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഇവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് കിച്ചണിൽ ജനലിൽ കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഡോർ പ്ലാന്റ്സിനും കൂടി വെള്ളം കൊടുക്കാം. ഇത് ഞാൻ ഡെയിലി വെള്ളം കൊടുക്കാറില്ല, വീക്കിലിയാണ് കേട്ടോ ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. 1 അവർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാൻ. ഒരു ഷോപ്പിംഗ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കിഡ്സ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഫ്രോക്കല്ല മിഡി ടോപ്പാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഇന്ന് പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ടൈം 12:30 ആയിട്ടുണ്ട്. നമുക്ക് ലോഹർ നമസ്കരിച്ചിട്ട് റെഡിയാവാം. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഞാനിവിടെ ഹിമാലയയുടെ ഓയിൽ ക്ലിയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നർക്ക് നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു അക്രോഫിയുടെ മോയ്സ്ചറൈസറാണ്. അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെയാണ് കേട്ടോ പുറത്ത് വന്നത്. ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ലിപ്സ്റ്റിക്. അപ്പോൾ മോയ്സ്ചറൈസർ അതാണ് കേട്ടോ. ഇനി ഡോട്ടോൺകിയുടെ ഈ ഒരു വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവാണ്. ഓയിലി സ്കിന്നർക്ക് പറ്റിയൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് മെയ്ബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 660 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നത് പോത്തൻകോടുള്ള പരാഗ് ഫാഷനിലാണ് കേട്ടോ. ഇവിടെ ആകുമ്പം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതാണ് നമുക്ക് കസ്റ്റമർ തന്ന റെഫറൻസ് പിക്ക്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്കേർട്ട് വന്നിട്ട് ഓർഗൻസ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പം നമ്മളിതാ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ സ്കർട്ടിനായിട്ട് യൂസ് ചെയ്യുന്നത്. 2 വയസ്സായ ബേബിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 മീറ്റർ മതി. മെയിൻ ഫാബ്രിക് 1 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ലൈനിങ്ങും ഞാൻ ലൈറ്റ് കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. ലൈറ്റ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആ റെഫറൻസ് പിക്കുമായിട്ട് കറക്റ്റ് മാച്ചിങ് വന്നു. നമ്മൾ ഡാർക്ക് ഷെയ്ഡിലാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഡാർക്കായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നോക്കണം. അപ്പോൾ വർക്ക് മെറ്റീരിയൽ എടുക്കാനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ വർക്ക് മെറ്റീരിയൽ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും സ്കർട്ടിന് മാച്ചിങ് വരുന്നില്ലായിരുന്നേ. പിന്നെ ഈ ഒരു മെറ്റീരിയലിന് ലൈനിങ് നമ്മൾ ലൈറ്റ് കളർ ലൈനിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു മാച്ചിങ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ഇതിൽ നിന്ന് 1/2 മീറ്ററാണ് കേട്ടോ നമ്മൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ ലേസ് വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോൾഡറിലും ലേസ് വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഇതുപോലെ ഹാങ്ങിങ് വരുന്ന ലേസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുറച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഏകദേശം മാച്ചിങ് വരുന്ന ഈ ഒരു ലേസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. 1 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിലും കൊടുക്കാനുണ്ട്, പിന്നെ നമുക്ക് സ്ലീവിലും കൊടുക്കാനുണ്ട്. മൂന്ന് മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം മോള് വന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട്. അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 7 മണിയായിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 1 അവർ TV കാണും കേട്ടോ. കാർട്ടൂണാണ് കേട്ടോ കാണുന്നത്. മോള് TV കാണുന്ന ടൈമിൽ ഞാൻ കുറച്ച് നേരം പോയി സ്റ്റിച്ച് ചെയ്യാറുണ്ട്. എനിക്ക് രാത്രിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇഷ്ടം. ഒരുപാട് ഫാഷൻ ഡിസൈനേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലെ രാത്രിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇഷ്ടമെന്ന്. അതുപോലെ വർക്ക് നാളെ കൊടുക്കണതിൻ്റെ തലേ ദിവസമായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അതുപോലെ എനിക്കും നാളെ 2 വർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് 2 എണ്ണം, ഇതിൽ 2 എണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നാളെ തന്നെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന് രാത്രി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇത് നമുക്ക് കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ, പിന്നെ അതിനാവശ്യമായിട്ട് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ലൈനിങ് നമ്മൾ ഫുള്ള് കൊടുക്കാനല്ല, നെക്കിലും അതുപോലെ നമുക്ക് വെസ്റ്റിൻ്റെ പോർഷനിൽ വള്ളി കൊടുക്കില്ലേ, ആ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു ലൈനിങ് വേണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. ഒരു 9:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡ്രസ്സ് 2 സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇപ്പം തന്നെ പാക്ക് ചെയ്ത് വെക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാമല്ലോ. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. ഞാനിവിടെ പപ്പായാണ് കേട്ടോ കഴിക്കുന്നത്. മോൾക്ക് 1/2 പോർഷൻ, ഞാനും 1/2 പോർഷനാണ് കേട്ടോ കഴിക്കുന്നത്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾക്കിഷ്ടം. അപ്പം നമ്മൾ അങ്ങനെയാണ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് അപ്പം കൂടി കഴിച്ചിട്ട് ഒരു കട്ടനും കൂടി കുടിച്ചിട്ട് കിടന്നിറങ്ങാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ മറ്റേ കഫ്താൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണാം. ബൈ.